മാർഷൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ JCB ഹിറ്റാച്ചി ഒന്നും കാണാൻ കഴിയുന്നില്ല. മാർഷൽ അവിടെ നിൽക്കുകയാണ്, ഒരുപക്ഷെ കൂടുതൽ ക്ലിയറായി കാണാൻ കഴിയുമായിരിക്കും. ഇപ്പോൾ ഈ അടിഞ്ഞു കൂടിയിരിക്കുന്ന മരങ്ങൾ, പാറക്കഷ്ണങ്ങൾ, അതിനിടയിലൊക്കെയുള്ള തെരച്ചിൽ വളരെ ദുഷ്കരമാണ്. അതിന് സ്വാഭാവികമായും ഹിറ്റാച്ചിയോ മണ്ണുമാന്തി യന്ത്രങ്ങൾ വേണം. ഈ നിൽക്കുന്ന പ്രദേശത്തേക്ക് അത് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ മൃതദേഹവുമായി ഈ ചതിപ്പിനകത്തുകൂടി അവർ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയും ഇത് തൊട്ടപ്പുറത്ത് റോഡിലേക്ക് എത്തിക്കണം. റോഡ് പുഴ കയറി മുറിഞ്ഞ അവസ്ഥയിലാണ്. അത് 4 വീലർ ജീപ്പിലൂടെ മാത്രമേ ഇനിയും ഈ ബോഡി കയറ്റി വിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ കയറ്റി ഇതിവിടെ നിന്ന് ചെറിയ ഒരുപക്ഷെ ഇപ്പോൾ നോക്കിക്ക് കാണാമായിരിക്കും, ഒരു താൽക്കാലിക പാലം, 3 കവുങ്ങ് വെട്ടിയിട്ട് ഒരു താൽക്കാലിക പാലം ഈ പുഴയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുകയാണ് ഇപ്പോൾ പരിസരവാസികൾ തന്നെ. അതിലൂടെയാണ് മൃതദേഹം എടുക്കുന്നത്. ഇതെവിടെ നിന്ന് വന്നതാണ്? ഇത് ഒരുപക്ഷെ ചൂരൽമലയിലെ അന്തേവാസിയാണോ, അതല്ല മുണ്ടക്കയിൽ നിന്ന് ഉരുൾ പൊട്ടിയപ്പോൾ വന്നതാണോ എന്നൊന്നും പറയാറായിട്ടില്ല. നമുക്കൊന്നും തിരിച്ചറിയില്ല. ഈ മൃതദേഹത്തിൻ്റെ ഇത്രയും ദിവസം പഴക്കമുള്ളത് കൊണ്ട് ഇതെങ്ങനെ ഇനിയും തിരിച്ചറിയുമെന്നുള്ള ശ്രമകരമായ ജോലിയോടെയുണ്ട്. അങ്ങനെ വിളർമലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങളുടെ എണ്ണം കൂടുകയാണ്. കൂടുതൽ പേർ ഇവിടെ ഉണ്ടാകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്കൊപ്പം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകരുതേ എന്ന് കരുതിയാണ് ഞാനും ക്യാമറമാൻ ഷാനവാസും ഇവിടെ ഇത്രയും നേരം നിന്നത്. മറ്റു മാധ്യമപ്രവർത്തകരെല്ലാം പോയെങ്കിലും ഇവിടെ ഈ ഒരു പ്രദേശത്തിൻ്റെ രീതി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയ്ക്ക് കൂടി നമ്മൾ സാക്ഷിയാകുകയാണ്. മറ്റൊരാൾ കൂടി, ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ആ ജീവനും വേണ്ടി, ആ മൃതദേഹവും വേണ്ടി രക്ഷാപ്രവർത്തകർ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയും അവിടെ പരിശോധന തുടരേണ്ടതുണ്ട്. ഈ മേഖലയിലെല്ലാം തന്നെ മുളങ്കാടുകളിലേക്ക് എല്ലാം അതിശക്തമായ ഒഴുക്കിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്താനുള്ള സാധ്യത കൂടുതലാണ്. രാവിലെയും ശക്തമായ മഴ പെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഒഴുക്കും കൂടിയിരുന്നു. അവിടെ ഈ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകാനുള്ള ജീപ്പ് റോഡിൽ തയ്യാറായിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നു. ആ ജീപ്പിലേക്ക് കയറ്റി ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ആ സ്പോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്ത് ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അവിടെ കൂടി പരിശോധന നടത്തുന്നു. ആദ്യം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ പരിസരവാസികൾ വളരെ ദുഷ്കരമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് മനസ്സിലാക്കും. വടി കുത്തിപ്പിടിച്ച് ഓരോ അടിയും അത്രമേൽ ശ്രദ്ധിച്ചാണ്. അവരുടെ കയ്യിലുള്ള ആ ശരീരം ഒരു മനുഷ്യനാണ്, ഒരു ജീവിതമാണ്. അത് താഴെ വീണ് പോവാതിരിക്കാൻ അത്രയേറെ പരിശ്രമിച്ചുകൊണ്ടാണ് അവർ ഓരോ അടിയും മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചെളി നിറഞ്ഞ് പാറക്കഷ്ണങ്ങൾ, അടിച്ചുകൂടിയ മരച്ചില്ലകൾ, അങ്ങനെ കുറേ എന്തൊക്കെയുണ്ട് ആ മണ്ണിനടിയിലെന്ന് നമുക്ക് ഈ നിമിഷവും അറിയില്ല. അതിന് മുകളിലൂടെയൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.